നമസ്കാരം. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലുള്ള കിണറ്റിൽ മാലിന്യം തള്ളി. വയ്യാനം വട്ടത്രാമലയിലാണ് സംഭവം. വട്ടത്രാമല സ്വദേശി ഷംസുദ്ദീന്റെ റബ്ബർ പുരയിടത്തിനുള്ളിലെ കിണറ്റിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്ഥിരമായി മാലിന്യം തള്ളിയത്. മാലിന്യം തള്ളിയത് കണ്ടെത്തിയ ഉടമസ്ഥന് സമീപത്തുള്ള ചിലരെ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി. ഞങ്ങൾ ഈ കിണർ എന്ന് പറയുമ്പോൾ ഒരു 20 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു. ശരിക്കും വെള്ളമുള്ള കിണറായിരുന്നു. റബ്ബർ പാൽ ഉപയോഗിക്കാനും മറ്റേനും എല്ലാത്തിനും അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ റബ്ബർ ഷീറ്റാക്കുന്നില്ല, അതിൽ ഈ ഡ്രമ്മിലേക്ക് ഒഴിക്കുക. അതിൻ്റെ പേരിൽ കിണർ നമ്മൾ ശ്രദ്ധിക്കാൻ തോന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ മെയ് ജൂണിലാണ് നമ്മളിത് കണ്ടുവരിക. അപ്പോൾ ഒരു 3 തൊടി നിറച്ച് കച്ചടയായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും, ആരാ കൊണ്ടിരുന്നത് ഒന്നും അറിയാം. ഒരുപാട് ആൾക്കാർ പോകുന്നത് ആരെയും നമുക്ക് അങ്ങനെ സംശയം ഉണ്ടാവില്ല. കള്ളുകുപ്പി അതും ഇതൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. അവിടെ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിലെ പോകുന്നവർ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ കൊണ്ടിട്ട ആളാണ്, നമുക്ക് നല്ല വിശ്വാസം. അവർ പെട്ടുകുളം മറ്റെന്തോ ഒഴിച്ചിട്ട് അത് കത്തിച്ചെന്ന് പറഞ്ഞാൽ ഈ പ്ലാവിൻ്റെ മണ്ടവരെ തീ ഉണ്ടായിരുന്നു. അതൊരു 15 ദിവസം ആ കറുത്ത ഇരുട്ടായിട്ട് നിന്നെന്ന് പറയുമ്പോൾ അത്ര സ്മെല്ലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ശ്രദ്ധിക്കുക അവരിങ്ങപ്പോൾ പിന്നെ ഉടനെ തന്നെ പെട്ടെന്ന് ഇത് കത്തി ആവശ്യമായി ചാമ്പലായി വെള്ളത്തിൽ അലിഞ്ഞ് നിൽക്കുകയത്. അപ്പോഴായി നമ്മൾ ഈ റിങ് ഉണ്ടാക്കിയിട്ടത്. ആ റിങ് കവർ ചെയ്ത് മേളിലേക്ക് ഉയർത്തിയിട്ട് വീണ്ടും ഇട്ട് ഇപ്പോൾ ഒരു 8 ചാക്ക് വരെ. അതിൽ ഒരു ചാക്കാണ് ഇപ്പം നമ്മൾ എടുത്ത് ഇടാൻ കാര്യം എന്ന് വെച്ചാൽ നേരത്തെ അത് ചെയ്യണമെന്ന് കരുതിയിട്ട് പറ്റിയില്ല. എങ്കിൽ അന്ന് നമ്മൾ ആളിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കല്യാണം നടത്തിയ വീട്ടിൽ എവിടുത്തെ ആൾക്കാർ പറയും, പലരും പറഞ്ഞ് നമ്മളങ്ങനെ വിശ്വസിച്ചില്ല. എന്നിട്ട് നമ്മൾ പോലീസിൽ പോയി കേസ് കൊടുത്തപ്പോഴത്തേക്ക് അവർ കത്തിച്ചളഞ്ഞു. ഉദ്ദേശിച്ച ദിവസം തന്നെ കേസ് കൊടുത്ത് തലേ ദിവസം അവർ കത്തിയതിൻ്റെ അന്ന് പിറ്റേന്ന് ദിവസം രാവിലെ എന്നെ പോലീസ് മെമ്പർ വിളിച്ച് ഉടനെ വന്ന് മെമ്പറൊക്കെ വന്ന് കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടില്ല. മെമ്പർ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും നോക്കാം അടുത്ത് ചെയ്യാം. ഇപ്പോൾ പോലീസിലേക്ക് മോൻ പോയിട്ടുണ്ട്. അപ്പോൾ വന്ന ആളിനെ നമുക്ക് സംശയമുള്ള ആളിനെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അവർ നാളെ വിളിച്ച് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിവിടെ വരാമെന്നവർ ഏറ്റിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ചെയ്ത ആൾക്കാരെ നമുക്ക് പിടികിട്ടി. അഡ്രസ്സുകളൊക്കെ കണ്ടു, അവരുടെ ബില്ലുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മളെ ഉള്ളത് ഇപ്പോൾ രേഖയായിട്ട്. അപ്പോൾ ആ കൊണ്ടിട്ട ആളെന്ന് പറയുമ്പോൾ താഴെ താമസം ഒരു ജ്യേഷ്ഠ ഇനിയമ്മ 2 പേരുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം ഓട്ടോയിൽ ഇങ്ങനെ പോകും. ഓട്ടത്തിൽ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ സംശയം നമുക്കില്ലായിരുന്നു. അപ്പോൾ അവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ജോലി ചെയ്യുന്ന കടയും മറ്റെല്ലാം അപ്പോൾ ഈ സാധനം അവിടുത്തെയാണെന്ന് മനസ്സിലായി. ഇവിടെ ജോലി ചെയ്യുന്ന ആ കടക്കാരാണെന്ന് മനസ്സിലായി. ഇവിടുത്തെ പയ്യന്മാർ അവിടെ ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോഴവരാണ് ഇതിൻ്റെ ആൾ. അവരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അവർ വന്ന് നോക്കാം, കാണാം, വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ മാലിന്യം കണ്ടെത്തിയതിനെ തുടർന്ന് കൊണ്ടിട്ട ആളുകൾ തന്നെ രാത്രിയിൽ പെട്രോൾ പോലെയുള്ള വസ്തു ഒഴിച്ച് കത്തിച്ചിരുന്നതായും വലിയ ഉയരത്തിൽ തീ ആളിപ്പടർന്നതായും ദിവസങ്ങളോളം പ്രദേശത്ത് പുക പരന്നതായും പുരയിടത്തിന്റെ ഉടമസ്ഥൻ ഷംസുദ്ദീൻ പറയുന്നു. വെള്ളമുള്ള ഒരു വലിയ കിണറാണ് ഈ റബ്ബർ പുരയിടത്തിൽ ഉള്ളത്. തുടർന്നാണ് വീണ്ടും ഇപ്പോൾ ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ കിണറ്റിൽ നിക്ഷേപിച്ചത്. മാലിന്യത്തിനുള്ളിൽ നിന്നും ചില അഡ്രസ്സുകളും ബില്ലുകളും ലഭിച്ചതായും ഇതുമായി ബന്ധപ്പെട്ടാണ് ചിലരെ സംശയമുള്ളതെന്നും പുരയിടത്തിന്റെ ഉടമ പറയുന്നു. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തി.